നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകാൻ മണിക്കൂറുകൾ മാത്രം. പത്രിക പിൻവലിക്കാൻ വൈകിട്ട് 3 വരെ സമയം. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മത്സരരംഗത്ത് 985 സ്ഥാനാർത്ഥികൾ. അപരന്മാരെ പിൻവലിപ്പിക്കാൻ തിരക്കിട്ട നീക്കം. മഞ്ചേശ്വരത്ത് UDF-ന് ആശ്വാസം. SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കും. പാർട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് രാജിവെക്കുന്നതായി സ്ഥാനാർത്ഥി KM അഷ്റഫ്. പ്രചരണ രംഗത്ത് സജീവമായി വീണ്ടും ഡീൽ ആരോപണം. CPM BJP ഡീൽ ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്ക് പ്രാദേശിക നേതാവിന്റെ ധാരണ പോലുമില്ലെന്ന് പിണറായി വിജയൻ. മോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറാൻ മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് VD സതീശൻ. വട്ടിയൂർക്കാവിലും ഡീൽ വിവാദം. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച് ആലപ്പുഴ ജില്ലാ കലക്ടർ. നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന്. സൈബർ ആക്രമണം നടക്കുന്നുവെന്ന പ്രതിഭയുടെ പരാതി. ലീഗ് നേതാവിന് മനോവൈകൃതമെന്ന് മുഖ്യമന്ത്രി. ലീഗ് നേതാവിനെതിരെ നടപടിയെടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിഭയ്ക്ക് പിന്തുണയുമായി മഹിളാ അസോസിയേഷന്റെ പ്രകടനം. തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭയുടെ നിലപാട് നിർണായകം. സഭ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ കേരള കോൺഗ്രസുകൾ. സഭയുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചുവെന്ന ജോസ് കെ മാണി. തെരഞ്ഞെടുപ്പ് തട്ടിപ്പെന്ന് തിരിച്ചടിച്ച് ജോസ് ഗ്രൂപ്പ്. പരസ്യ നിലപാട് സ്വീകരിക്കാതെ സഭാ നേതൃത്വം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച PJ കുര്യനെതിരെ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രസ്താവനകൾ ഒഴിവാക്കണം. മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാവരുടെയും ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇത്തരം ചർച്ചകളുടെ സമയമല്ല എന്നും അടൂർ പ്രകാശ്. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേടില്ല. പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് വിജിലൻസ്. ത്വരിതാന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച ഹൈക്കോടതി വിഷയം തീർപ്പാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകി SIT. പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പോലീസ്. ഭീഷണിപ്പെടുത്തി 15 കോടി രൂപ ആവശ്യപ്പെട്ടു. കാപ്പ കേസ് പ്രതിയായ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷനായി തെരച്ചിൽ. പ്രതിയുടെ ഫോട്ടോ പുറത്തുവിട്ട പോലീസ്. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിലെ സുധാകരന്റെ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. സുധാകരൻ ഇപ്പോൾ പുതിയ ക്യാമ്പിന്റെ ഭാഗം. സുധാകരൻ മുമ്പ് പറഞ്ഞത് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി. കൊച്ചി വ്യവസായ മേഖലയിൽ വൻ തീപിടുത്തം. ഒരാൾ മരിച്ചു. തീപിടിച്ചത് പാതാളം PG ലുബ്രിക്കൻസിൽ. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. സംസ്ഥാനത്ത് ചൂട് കടുക്കുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. 37 ഡിഗ്രി വരെ ഉയർന്ന താപനില. നാളെ മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. അബുദാബിയിൽ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ 2 മരണം. ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണം. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉപാധികളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇറാനും അമേരിക്കയും. പകൽ വാർത്ത വിശദമായി നോക്കുമ്പോൾ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഉടൻ അറിയാം. വൈകിട്ട് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 985 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അപരന്മാർ ഉണ്ടാക്കുന്ന ഭീഷണിയുടെ ആശങ്കയും പ്രമുഖരടക്കമുള്ള സ്ഥാനാർത്ഥികൾ നേരിടുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങൾ നൽകും. സാരംഗ്, 3 മണിക്കാണല്ലോ ആ ചിത്രം വ്യക്തമാവുക. എന്താണ് വിവരങ്ങൾ?
എൽദോ ഇന്ന് വൈകുന്നേരം 3 മണി വരെയാണ് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. അതിനുള്ളിൽ പരമാവധി അപരന്മാരെ കളത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണ് മുന്നണികളുടെ പ്രധാന നീക്കം. അതിനായിട്ടുള്ള നീക്കം ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മണിക്ക് ശേഷം, അതായത് രാത്രിയോടുകൂടിയായിരിക്കും അന്തിമ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുറത്തു വരിക. എത്രത്തോളം അപരന്മാരെ ഈ ഒരു മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്താൻ കഴിയുമോ അത്രയും ഈ ഒരു അങ്കലാപ്പ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് മുന്നണികളുടെ മനസ്സിലാക്കുന്നത്. കാരണം പല പ്രധാന മണ്ഡലങ്ങളിലും പ്രധാന നേതാക്കന്മാർക്കടക്കം ഈ അപരന്മാരുടെ ശല്യമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ചെറിയ രീതിയിലുള്ള വോട്ട് മാത്രമാണ് അവർ മറിക്കുന്നതെങ്കിലും അത് തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ വല്ലാത്ത രീതിയിൽ, അതായത് ചിത്രം തന്നെ മാറാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. നിലവിൽ 985 സ്ഥാനാർത്ഥികളാണുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. 17 സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 16 സ്ഥാനാർത്ഥികളുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. നിലവിലെ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ 985 പക്ഷേ ഈ 3 മണി വരെയുള്ള സമയം അവസാനിച്ച് അവസാന ചിത്രം, അതായത് എത്രത്തോളം പത്രികകൾ പിൻവലിക്കുന്നു അതിനുശേഷം വരുന്ന കൃത്യമായ ചിത്രത്തിന് ശേഷമായിരിക്കും മത്സരരംഗം എത്രത്തോളം കടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഒപ്പം തന്നെ വളരെ ചുരുങ്ങിയ സമയമായിരുന്നു ഈ ഒരു പത്രിക സമർപ്പിക്കാൻ ലഭിച്ചിരുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായി പ്രമുഖരെല്ലാം പത്രിക സമർപ്പിച്ചു. ഭാഗ്യവശാൽ അവരുടെയൊന്നും പത്രിക ഡമ്മി സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഒന്നിലധികം പത്രികയടക്കം നൽകിക്കൊണ്ടായിരുന്നു ഈ മുന്നണികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഒപ്പം തന്നെ ഈ നാളെ മുതൽ കടുത്ത മത്സരത്തിലേക്ക് നയിക്കുന്ന ഏതാനും കുറച്ച് ദിവസങ്ങളിലേക്ക് മുന്നണികൾ മുഴുനീള പ്രചാരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എൽദോ റൈറ്റ്. എന്നാലും 3 മണിയോട് കൂടി പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയാകും. അപ്പോൾ നമുക്ക് വ്യക്തമാകും ഏതാണ്ട് ആരൊക്കെയാണ് മത്സരരംഗത്തുണ്ടാവുക. നിലവിൽ 985 സ്ഥാനാർത്ഥികളുണ്ട്. അപരന്മാരുടെ ഭീഷണി നേരിടുന്നുണ്ട് പല സ്ഥാനാർത്ഥികളും എന്നുള്ളതാണ്. സാരൻ സുധാകരൻ തിരുവനന്തപുരത്തും ചേർന്നത്. പ്രചാരണ രംഗത്ത് ഡീൽ ആരോപണം കൂടുതൽ സജീവമാകുകയാണ്. രാഹുൽ ഗാന്ധി CPM-നെതിരെ ഉയർത്തിയ ഡീൽ ആരോപണത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. രാഹുൽ അഖിലേന്ത്യാ നേതാവാണെങ്കിലും പ്രാദേശിക നേതാവിന്റെ ധാരണ പോലുമില്ല. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എടുത്തു നോക്കി, എത്ര സ്ഥലങ്ങളിൽ BJP-യുമായി യോജിച്ച് മത്സരിച്ചു. ഔദ്യോഗിക ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ BJP-യും UDF-ഉം കൂടിച്ചേർന്നുകൊണ്ടുള്ള ഭാരവാഹികൾ എത്ര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അവരുടെ ശീലമാണത്. ആ ശീലം എല്ലാ ഘട്ടത്തിലും അവർ സ്വീകരിക്കാറുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരേ മനസ്സാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി എത്ര തീവ്രമായിട്ടായിരുന്നു രണ്ടു കൂട്ടരും ശ്രമിച്ചത്. കോൺഗ്രസും UDF-ഉം BJP-യും ഒരേ മനസ്സോടെയല്ലേ നീങ്ങിയത്. കോൺഗ്രസിനെയും UDF-നെയും സഹായിക്കാൻ BJP-യുടെ ഇടപെടലിലൂടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ട് പറഞ്ഞില്ലേ? രണ്ടു കൂട്ടരും ഏക മനസ്സോടെയല്ലേ നീങ്ങിയിരുന്നത്. അതും അതിനുശേഷവുമുള്ള കേരളം പരിശോധിച്ചുകൊണ്ട് ഒരേ രീതിയിലല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ LDF-നെ തകർക്കാൻ വേണ്ടി വിവിധ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന് BJP-യുമായി കൂട്ടുകൂടുന്നതിന് ഒരു പ്രയാസവും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അനുഭവം. എന്നാൽ ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പിണറായി വിജയന് 90 ഡിഗ്രി കുനിഞ്ഞുള്ള വിധേയത്വമാണെന്ന് VD സതീശൻ ആരോപിച്ചു. മോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും VD സതീശൻ. രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായി? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPI-ക്കാര് അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചുവെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മന്ത്രിമാരെ പോലും കബളിപ്പിച്ചു. ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവർ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മിണ്ടാതെ സ്വന്തം മന്ത്രിമാരുടെ കയ്യിൽ നിന്നും ഈ വിവരം മറച്ചുവെച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പൊ അവരെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. പിണറായി വിജയൻ കോംപ്രമൈസ്ഡ് മുഖ്യമന്ത്രി എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. TG സജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. സജിത്ത്, ഡീൽ ആരോപണം ഇങ്ങനെ കത്തിക്കയറുകയാണ്. ഇപ്പോൾ
വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു കോൺഗ്രസ് നേതൃത്വം ആ ഡീൽ എന്ന പ്രയോഗം. അവിടെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഒരു വിമർശനാത്മകമായി മറുപടി നൽകി രാഹുൽ ഗാന്ധിക്ക്. എങ്കിൽ പോലും അതിൽ നിന്ന് പിന്തിരിയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. മാത്രമല്ല, കോൺഗ്രസ് ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെയും അതേ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ ഡീൽ എന്ന പ്രയോഗം അത് സജീവമാക്കുകയാണല്ലോ കോൺഗ്രസ്. തീർച്ചയായിട്ടും എൽദോ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട നീക്കമുണ്ടാവുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ ഡീൽ ആരോപണം ഉയർന്നു വന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് ഈ ആക്ഷേപങ്ങൾ എത്തിയെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് രാഹുൽ ഗാന്ധി ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന ശൈലിയിലേക്ക് പിണറായി വിജയൻ വരുന്നു. കാരണം ഒരു പ്രാദേശിക നേതാവിൻ്റെ ധാരണ പോലും ഇല്ലാതെ ഒരു ദേശീയ നേതാവ് സംസാരിക്കുന്നു. ഇതാണ് രാഹുലിനെതിരെ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ആരോപണം. ഡീൽ ആരോപണം കേരളത്തിൽ ചർച്ചയാവുമ്പോൾ അതിന് പരമാവധി ശക്തമായി തന്നെ മറുപടി നൽകുക എന്നതാണ് CPM-ന്റെ തന്ത്രം. കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളിലും BJP-യുമായി ധാരണയുണ്ട് എന്ന ആക്ഷേപം ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ്സാണ്. സമാനമായ ആരോപണങ്ങൾ തിരിച്ചും ഇടതുപക്ഷം CPM മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വട്ടിയൂർക്കാവ് അടക്കമുള്ള വളരെ അഭിമാന പോരാട്ടം നടക്കുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും ഈ ഡീൽ ആരോപണം അവർ ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇതിൽ രാഹുൽ ഗാന്ധി അടക്കം കടന്നാക്രമിക്കുകയാണ്. കേരളത്തിലെ നേതാക്കൾ നിലപാട് പറയുന്നത് പോലെയല്ല. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ മുഖമായ ഒരു നേതാവ് വന്ന് ഇത്തരം നിലപാടെടുക്കുമ്പോൾ അതിനെ കടന്നാക്രമിക്കുക എന്ന ശൈലി തന്നെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ വളരെ പ്രത്യേകതയുണ്ട് താനും. അതേസമയം മുഖ്യമന്ത്രിക്ക് ഇന്ന് VD സതീശൻ നൽകുന്ന മറുപടി കൂടുതൽ വിധേയപ്പെട്ട് നിലപാടെടുക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ ഉന്നയിക്കുന്ന ആരോപണം. അതിൻ്റെ ചുരുക്കം എങ്ങനെയാണ്? ഈ ഡീൽ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തിൽ അത് കളം നിറയുന്നു എന്നതാണ് സാഹചര്യം. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വികസന അജണ്ടകൾക്കൊക്കെ അപ്പുറമായി ഈ ഡീൽ ആരോപണം കൂടുതൽ സജീവമാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും ഈ ഡീൽ ആരോപണത്തിന് മറുപടിയുണ്ട്. ഇന്ന് ആ ആരോപണം ഒരു പരിധി കവിഞ്ഞ് രാഹുൽ ഗാന്ധിക്കെതിരെ തിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിരിക്കുന്നത്. ഡീൽ ആരോപണം നിലനിൽക്കുകയാണ്. അവിടെ ആരോപണ പ്രത്യാരോപണം തുടരുകയും ചെയ്യുന്നു. TG സജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്നത്. CPM BJP ഡീൽ ആരോപണത്തെ പരിഹസിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, യഥാർത്ഥ വിഷയം ആരും ചിന്തിക്കാതിരിക്കാനാണ് ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്. വിഷയം പ്രധാനമന്ത്രിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു തള്ളുകയായിരുന്നു. ഡീലിന്റെയും അർത്ഥം കേന്ദ്രത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലെത്താതിരിക്കാൻ സംസ്ഥാനത്ത് CPM BJP ഡീൽ എന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP. UDF-ന്റെ ഡീല് ജനങ്ങൾക്കൊപ്പമാണ്. 85 മുതൽ 100 സീറ്റ് വരെ UDF നേടുമെന്നും അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷയെന്നും തരൂർ ന്യൂസ് 18-നോട് പറഞ്ഞു. UDF-ന്റെ താരപ്രചാരകനായ ശശി തരൂർ ഗൃഹസന്ദർശന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുകയാണ്. എങ്ങനെയുണ്ട്? നന്നായിരിക്കണം. ഞാനിപ്പോ തിരുവനന്തപുരം ജില്ലയിലത്തെ മൊത്തം 14 സീറ്റിലത്തെ 11 ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാവരുടെയും സ്ഥാനാർത്ഥികളെ കാണലും ജനങ്ങളുടെ ആവേശം ഊർജ്ജ കാണുമ്പോൾ എന്റെ ആത്മവിശ്വാസം കൂടി വരികയും. CPM BJP ഡീലുണ്ട് എന്ന് UDF ആരോപിക്കുന്ന സാഹചര്യം ഒരു വശത്ത്, തിരിച്ച് മറുവശത്തും അതുപോലെ തന്നെ ഈ ഡീല് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തരൂർ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഡീലിന്റെ വിഷയം ഒരു പക്ഷത്തിൽ സത്യമുണ്ടാവാക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. 2 പാർട്ടിയും ആഗ്രഹിക്കുന്നത് ഞങ്ങളെ തടുക്കാനാണ്. BJPയുടെ വിചാരം CPM ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗുണം ചെയ്യും ലോങ് ടേമിൽ. CPMന്റെ വിചാരം BJPയുടെ സഹായം കിട്ടിയാൽ അവർ തുടർഭരണം കൊണ്ടുവരാം. അപ്പോൾ അവരുടെ ഇടയിൽ ഡീൽ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവർ എന്ത് ഡീൽ ചെയ്താലും ഞങ്ങളുടെ ഡീല് ജനങ്ങളൊപ്പം, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഡീല് നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഒരു ഭാവി ഈ കേരളത്തിൽ കൊണ്ടുവരുന്നതാണ്. അതാണ് നമ്മുടെ സന്ദേശം. ഈ 100 സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന് തരൂർ ഉറപ്പിക്കുന്നു. 85 മുതൽ 100 വരെയാണെന്ന് നേതാക്കൾക്ക് പറയാനുള്ളത്. അത് മതി, സന്തോഷമായിരിക്കും. ഓക്കെ, താങ്ക് യു. മധ്യ കേരളത്തിൽ ക്രൈസ്തവ പിന്തുണയ്ക്കായുള്ള പോരാട്ടത്തിൽ ഏത് കേരള കോൺഗ്രസ് വിജയിക്കും? ഒരേ മുന്നണിയിൽ എത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ പിന്തുണയുടെ കാര്യത്തിൽ കത്തോലിക്ക സഭയും സൂചനകൾ നൽകുന്നില്ല. അവസാന സമയം സർക്കാരിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് ജോസ് കെ മാണിയുടെ അവകാശവാദം. എന്നാൽ ഈ വാദം തള്ളി ജോസഫ് ഗ്രൂപ്പ് രംഗത്ത്. ആ ഇഷ്യൂസ് കേരള കോൺഗ്രസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഇഷ്യൂസിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാനൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ UDF-ൽ ഞങ്ങളുള്ള ആ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ
അത് ക്രൈസ്തവ സഭയ്ക്കിൻ്റെ കാര്യം മാത്രമല്ല, പൊതുജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ ഇടപെട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും അതിന് പരിഹാരം കാണുവാൻ. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒരിക്കലും ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ വനഭേദഗതി നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അതിനകത്തൊരു ഭേദഗതി വേണമെന്ന് പറഞ്ഞു, അത് നമ്മൾ കൊണ്ടുവന്നു. വനഭേദഗതി നിയമം വന്നപ്പോൾ അതെതിരായിട്ട് നമ്മുടെ കർഷകരെ ബാധിക്കുമെന്ന് പറഞ്ഞു. അത് അവിടെ അസംബ്ലി നിയമസഭയെ കൊണ്ടുവരാനിരുന്നതല്ലേ. അപ്പം നമ്മൾ ഇടപെട്ടു. അത് വിഷമമുണ്ടാക്കുമെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചു. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു, അത് നമുക്ക് കൊണ്ടുവന്നു. ജെ വി കോശി കമ്മീഷൻ, ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ആദ്യമേ നമുക്ക് എന്താ വേണ്ടത്? ഇതുപോലൊരു കമ്മീഷൻ UDF ആണ് ചെയ്യുമോ? ചെയ്യില്ലല്ലോ. കമ്മീഷൻ ജോസ് കെ മാണിയുടെ ആത്മവിശ്വാസം, അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കാർഷിക മേഖലയിൽ, ക്രൈസ്തവ മേഖലയിൽ നന്നായി ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ചില സമയങ്ങളിൽ പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ അവസാനം എന്തൊക്കെയാണ് ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെട്ടത്, ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള ആവശ്യമുണ്ടായത്, അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു LDF സർക്കാരിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ടെന്നാണ്. ഇല്ല, പരിഹരിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരും കൂടെ ഒന്ന് ചോദിച്ചാൽ നല്ലതായിരിക്കും. 5.5 വർഷം അല്ലെങ്കിൽ 5 വർഷം ഭരണത്തിലിരുന്നിട്ട് ഈ ഭരണം തീരാൻ 2 മാസം ഉള്ളപ്പം ഓടിപ്പിടിച്ച് കുറേ പ്രസ്താവനകൾ നടത്തിയതല്ലാതെ, ഉദാഹരണം പറഞ്ഞാൽ ഭൂപതിവ് ചട്ടം, ഇടുക്കിയിലെ ഭൂപതിവ് ചട്ടം PJ ജോസഫ് നിരന്തരമായിട്ട് അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ്. 3 വാക്കുകൾ എഴുതി ചേർത്താൽ മാറുന്ന വിഷയമുണ്ട് ഇടുക്കിയിൽ. കൃഷിക്കും വീട് പണിയുവാനും മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വിനിയോഗിക്കാമെന്ന ആ 3 ക്ലോസുകൾ ആ ചട്ടത്തിൽ എഴുതി തീർത്താൽ മാറുന്നൊരു വിഷയത്തെ സങ്കീർണമാക്കി ഇന്ന് കൃഷിക്കാരെ ഉദ്യോഗസ്ഥരുടെ ഔദാര്യത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി. പ്രതിപക്ഷ നേതാവ് തുടരെ വന്ന് പ്രസംഗിച്ചു, ഇടുക്കിയിലും പ്രസംഗിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ഉപാധിരഹിത പട്ടയം കർഷകർ, അതാണ് ആവശ്യം. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി ഈ 4.5 വർഷം ഇവർ എവിടെയായിരുന്നു? ഏറ്റവും അവസാനം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലും പുറത്തുവിടാൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദം ജോസ് കെ മാണി പറയുന്നുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഈ ഗവൺമെന്റ് അന്ന് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത ദിവസം തന്നെ ആളുകൾ മുറവിളി പൊട്ടിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നല്ലാതെ എന്താ പറയുക, ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പോഴാണോ ചെയ്യുന്നത്? 12,000 കോടി രൂപയാണ്. പത്തനംതിട്ട, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സഭാ വോട്ടുകൾ എങ്ങോട്ട് തിരിയുമെന്നത് വളരെ പ്രധാനമാണ്. തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ തീരമേഖലകളിലടക്കം, കൊച്ചി ഉൾപ്പെടെ ഉള്ള മേഖലകളിലും സമാനമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിന്റെ വോട്ട് സംസ്ഥാനം ആര് ഭരിക്കണം എന്നതടക്കമുള്ള കാര്യത്തിൽ നിർണായകമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പരമ്പരാഗത UDF കോട്ടയായിരുന്ന സ്ഥലം ഇടതുമുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ പലയിടത്തും കണ്ടു. പത്തനംതിട്ടയിലൊന്നും ഒരു സീറ്റിൽ പോലും UDFന് ജയിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അവിടെയാണ് സഭാ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന ആത്മവിശ്വാസവുമായി ഇരു കേരള കോൺഗ്രസുകളും രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ജോസ് കെ മാണിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ തന്നെയാണ് പ്രധാനം. അധ്യാപന നിയമനം അടക്കമുള്ള വിഷയങ്ങൾ ഏതാണ്ട് 20,000-ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. കത്തോലിക്ക സഭയുടെ വിദ്യാലയങ്ങളിൽ അധ്യാപന നിയമനം നടത്തുക എന്നത് വോട്ടായി മാറുമെന്ന് ജോസ് കെ മാണി കരുതുന്നു. പക്ഷേ ഈ എടുത്ത നടപടികളൊന്നും ഫലത്തിൽ കണ്ടില്ല. അത് തങ്ങളെത്തിയാലേ അത് നടപ്പാകുമെന്ന് കോൺഗ്രസും UDFും ഒക്കെ ആത്മവിശ്വാസം പറയുന്നു. എന്തായാലും സഭകൾ നിശബ്ദമാണ്. കഴിഞ്ഞ കുറേ കാലമായി പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരുന്ന സഭകൾ ഇപ്പോൾ മൗനം തുടരുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലും ഒരു പ്രതികരണമോ ഇടയലേഖനമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള വിഷയങ്ങൾ തണുപ്പിക്കാനായി എന്നത് ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ഒരു അവസാന സാധ്യത എന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്ന ബിഷപ്പുമാരുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെ ഇത്തവണ എങ്ങനെയും UDFനെ അധികാരത്തിലെത്തിക്കുക എന്ന നിശബ്ദ പ്രചരണം അവരിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും മധ്യ കേരളത്തിൽ ഈ വോട്ടുകൾ നിർണായകമാണ്. അത് ആരെ തുണയ്ക്കും എന്നുള്ളത് തീർച്ചയായും കാത്തുനിന്ന് തന്നെ കാണേണ്ടതാണ്. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. മൗനം വെടിഞ്ഞ് ഈസ്റ്ററൊക്കെ കഴിയുന്നതോടെ പിതാക്കന്മാർ പുറത്തെത്തുമോ, എന്ത് നിലപാടായിരിക്കും അടിത്തട്ടിൽ ഉണ്ടാകുക, അടിയൊഴുക്കുകൾ എന്ത് എന്നുള്ളത് മധ്യ കേരളത്തിലും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരായിട്ടുള്ള സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ലീഗ് നേതാവ് റിഷാദിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച് ആലപ്പുഴ ജില്ലാ കലക്ടർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഭ പോലീസിലും പരാതി നൽകി. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി ലിജു പരസ്യമായി
യു പ്രതിഭയോട് മാപ്പ് പറഞ്ഞിരുന്നു. തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നും യു പ്രതിഭ പറഞ്ഞു. ഇന്നലെ പാർട്ടി മണ്ഡലം കമ്മിറ്റി തന്നെയാണ് പത്രസമ്മേളനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. നയം അവർ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പറഞ്ഞു. സുമോട്ടോ ഒക്കെ തന്നെ ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയില്ല. മറ്റൊന്ന്, മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഇന്ന് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഷമത്തിൽ അവിടെ ആരെങ്കിലും അതിനെയൊന്നും അവിടെ എതിർത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്നുവെച്ചാൽ ഒരു മീറ്റിങ്ങാണ്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് എന്ന് ആരും പറയാതെ പിന്നീട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, അത് അവരുടെ ഐഡിയോളജിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആരും വിലക്കിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യു പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം അങ്ങേയറ്റം തെറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യക്തിഹത്യ പാടില്ല, പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ അങ്ങനെ കാണുന്നത് മനോവൈകൃതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ എപ്പോഴും വ്യക്തികളുടെ അന്തസ്സ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രദ്ധിക്കണം. കഴിയാവുന്നത്ര എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ ഇവിടെ അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് ഇപ്പോൾ പരാമർശിച്ച കായംകുളത്തിൻ്റെ കാര്യത്തിൽ. അത് എല്ലാവരും ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് വേണുഗോപാലടക്കം ഇരിക്കുന്ന വേദിയിലാണ് ഈ പറയുന്ന അങ്ങേയറ്റം തെറ്റായ വിമർശനം ഉന്നയിച്ചത്. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കാം. അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. അപ്പോൾ കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിമർശനമാണ് ഉയർന്നത്. ഇത് എല്ലാവരും പാഠമായി എടുത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ഇർഷാദിന്റേത് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശമാണെന്ന് വി.ഡി. സതീശൻ. ഇയാൾക്കെതിരെ നടപടിയെടുത്തു. അതേസമയം രമ്യ ഹരിദാസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ പോളിറ്റ് ബ്യൂറോ മെമ്പർ എ. വിജയരാഘവനെ ഉൾപ്പെടെ നിരവധി പേരെ CPM സംരക്ഷിക്കുകയാണെന്നും വി.ഡി. സതീശൻ. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെ കുറിച്ചോ ഒരു വനിതയെ കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞു മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും എന്ന് പറഞ്ഞില്ല. ഒരാളും. എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് എനിക്ക്, ഒറ്റ ചോദ്യം. രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ എ. വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM? KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPM-കാർ നടത്തി? ഒരു നടപടിയെടുത്തില്ല. വീണ S. നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവര് വേട്ടയാടിയപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. വിഷയം പ്രചാരണമായുധമാക്കുകയാണ് LDF. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളത്ത് പ്രതിഷേധ മാർച്ചും നടത്തി. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരണ്യ, പ്രതിഭ പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിരുന്നു. നിയമ നടപടിയുമായി പ്രതിഭ മുന്നോട്ട് നീങ്ങിയോ? ഇനി എന്തൊക്കെയാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ? എൽദോ, ഇത് ജില്ലയുടെ തിരഞ്ഞെടുപ്പ് വരണാധികാരിയായ കളക്ടർ ഇതിനകത്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ 1 മണിക്ക് മുമ്പായി റിപ്പോർട്ട് നൽകണമായിരുന്നു. ആ റിപ്പോർട്ടും ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യു പ്രതിഭയ്ക്കെതിരായ അപവാദ പരാമർശം, അത് കേസ് എടുക്കേണ്ടതാണെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ ജില്ലാ പോലീസിന് കൈമാറി എന്നുള്ളതാണ്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള വകുപ്പുകൾ
ചേർത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി കേസെടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിലവിൽ ഈ സംഭവത്തിനകത്ത് ഇത്തരത്തിൽ കേസെടുക്കുമ്പോൾ ഇർഷാദിനെതിരെയുള്ള നിയമ നടപടികളിലേക്ക് പോകാനാണ് സാധ്യത. കാരണം സ്ഥാനാർത്ഥിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കേസ് വരുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതേസമയം പ്രത്യക്ഷത്തിൽ തന്നെ ഇർഷാദിന്റെ ആ പരാമർശം അത് IT വിദഗ്ധർ അടക്കമുള്ള ആളുകൾ, നവമാധ്യമങ്ങളിലൂടെയാണ് അത് പ്രചരിച്ചത്. IT വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഒരു ടീമായിരുന്നു പരിശോധിച്ചത്. തുടർന്നാണ് ADM-ഉം കളക്ടറും IT ഉദ്യോഗസ്ഥരും ചേർന്ന് പരിശോധിച്ചാണ് കേസെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ഇപ്പോൾ പോലീസിന് കേസെടുക്കാനുള്ള നിർദ്ദേശം കൈമാറുകയും ചെയ്തിട്ടുള്ളത്. കായംകുളത്താണ് ഈ പരിപാടി നടന്നത്. അതുകൊണ്ട് തന്നെ കായംകുളം പോലീസാവും കേസെടുക്കുക. അത് ഈ ഇർഷാദിനെ പ്രതി ചേർത്ത് കേസെടുക്കാനാണ് സാധ്യത. പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിന് പിന്നിൽ സജി ചെറിയാൻ സംശയനിഴലിലാണെന്ന G. സുധാകരന്റെ ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. സുധാകരൻ ഇപ്പോൾ പുതിയ ക്യാമ്പിന്റെ ഭാഗമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പരിശോധിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി. അതല്ലേ ഞാൻ പറഞ്ഞത്, അദ്ദേഹം പുതിയ ക്യാമ്പിലാണല്ലോ. ആ പുതിയ ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലത്ത് അദ്ദേഹം എന്താ എന്ന് പറഞ്ഞത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അതാ നല്ലത്. സോണിയാഗാന്ധിയുടെ അനാരോഗ്യത്തെ തുടർന്ന് കേരള സന്ദർശനം റദ്ദാക്കിയ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് പര്യടനം സോണിയ ആശുപത്രി വിട്ടതിനു ശേഷം മാത്രം. ഡൽഹിയിലെ ജങ്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സോണിയയുടെ ആരോഗ്യനില തൃപ്തികരം ആണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും രാഹുലിനെയും പ്രിയങ്കയെയും താരപ്രചാരകരായി എത്തിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ സോണിയാഗാന്ധിയെ ഗംഗാറാം ആശുപത്രിയിൽ, ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ആശുപത്രിയിൽ ചില ദിവസങ്ങൾ സോണിയാഗാന്ധിക്ക് തുടരേണ്ടി വരുമെന്ന നിർദ്ദേശം ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കുടുംബാംഗങ്ങളെ അടക്കം അറിയിച്ചത്. അതേ തുടർന്നാണ് കോഴിക്കോട് UDF ഇന്നലെ നടത്തിയ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി അവസാന നിമിഷം പങ്കെടുക്കുന്നതിൽ മാറ്റം വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. രാഹുലും പ്രിയങ്കയും താരപ്രചാരകരായി കേരളത്തിൽ എത്തുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നിലവിൽ സോണിയാഗാന്ധിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലുള്ള സ്ഥിതി തന്നെ തുടരുകയാണ്. പക്ഷേ മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾ കൂടെ ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന വിവരങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ ചാർട്ട്, നേരത്തെ തയ്യാറാക്കിയ ചാർട്ട് റീഷെഡ്യൂൾ ചെയ്യുകയാണ്. പക്ഷേ അത് എപ്പോൾ മുതൽ ആരംഭിക്കും, കേരളത്തിലെ ഇരു നേതാക്കളുടെയും, അതായത് രാഹുലിന്റെയും പ്രിയങ്കയുടെയും പര്യടനം എന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷമേ ഒരു തീരുമാനമുണ്ടാകുകയുള്ളൂ. ഒരുപക്ഷെ അവസാന ആഴ്ചകളിൽ താരപ്രചാരകരായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഇരുവരെയും എത്തിക്കാനുള്ള ഒരു നീക്കം, 7 ജില്ലകളിൽ വീതം രാഹുലിന്റെയും പ്രിയങ്കയും എത്തിക്കാനുള്ള ഒരു നീക്കമായിരിക്കും കോൺഗ്രസ് നേതൃത്വം നടത്തുകയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം ഈ റീഷെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ച് എപ്പോൾ മുതൽ അവരുടെ പ്രചാരണം കേരളത്തിൽ വീണ്ടും ആരംഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന് ചില ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും സോണിയാഗാന്ധി വൈകാതെ ആശുപത്രി വിടും, അസുഖം ഭേദമായി എന്നാണ് വിവരം. അതിനുശേഷം മാത്രമേ രാഹുലിന്റെയും പ്രിയങ്കയുടെയും യാത്രാപഥം സംബന്ധിച്ച കാര്യത്തിൽ ഒരു അന്തിമ ചിത്രം വ്യക്തമാകുകയുള്ളൂ. PJ കുര്യന് പരോക്ഷ മറുപടിയുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹമുള്ളവർ പാർട്ടിയിൽ നിരവധി പേരുണ്ടാകും. എല്ലാവരുടെയും ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയില്ല. പാർട്ടി കേന്ദ്ര നേതൃത്വമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇതിന് വിരുദ്ധമായ പ്രസ്താവനകൾ നല്ലതല്ല. ഇപ്പോൾ ഇത്തരം ചർച്ചകൾക്കുള്ള സമയമല്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ മറ്റും തീരുമാനമെടുത്തുകൊണ്ട് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് അത് ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കും. കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുമ്പോട്ട് പോകും. ഇപ്പോൾ 2 ഘട്ടമാണ്, 2 തരത്തിലാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ പ്രചരണം കൊടുക്കരുത്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരേ ശബ്ദത്തോടു കൂടി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭൂരിപക്ഷം നേതൃത്വം, ആരും മോശക്കാരില്ല, എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ആഗ്രഹങ്ങൾ എല്ലാവരുടെയും സബലീകരിക്കണമെന്നുണ്ട്. ആ ആഗ്രഹങ്ങൾ അതിന് വേണ്ട തരത്തിൽ ഉള്ള തീരുമാനമെടുത്ത് ഇന്നതാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് അറിയിച്ചാൽ അതപ്പാടെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ
കേരളത്തിൽ വർഗീയ പ്രസ്ഥാനങ്ങളെ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കരുതെന്ന് എ കെ ആന്റണി. ഓണവും വിഷുവും റംസാനും ക്രിസ്മസും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. മതേതരത്വത്തിൽ വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ട്. അവരെ വളരാൻ അനുവദിച്ചുകൂടാ എന്നും ആന്റണി. ഇന്ത്യ മഹാരാജ്യത്ത് ഓണവും വിഷുവും പെരുന്നാളുകളും ഈസ്റ്ററും ക്രിസ്മസും എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. ആ കേരളത്തിൽ ആ പാരമ്പര്യം നിലനിർത്തണം. കേരളത്തിന്റെ ആ പാരമ്പര്യം അതിന് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഏകത്വം മാത്രം പറയുന്നവർ, നാനാത്വത്തിൽ വിശ്വസിക്കാവുന്നവർ, വൈവിധ്യത്തിൽ വിശ്വസിക്കാവുന്നവർ, മതത്തിൽ വിശ്വസിക്കാവുന്നവർ കേരളത്തിൽ അവർക്ക് വേരുണ്ടാകാൻ പാടില്ല. അവർക്ക് അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടാകാതിരുന്നാൽ ഏറ്റവും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയാനുണ്ട്. പക്ഷേ പറയേണ്ട വേദി ഇതല്ല, ഇതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറഞ്ഞതിൽ പ്രതിഷേധിച്ച് പാർട്ടി ഭാരവാഹിത്വം രാജിവെക്കുന്നതായി KM അഷ്റഫ് പ്രതികരിച്ചു. UDFുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകാം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് KM അഷ്റഫ് പറഞ്ഞു. പാർട്ടിയാണ് എന്നെ മത്സരിക്കാൻ പറഞ്ഞത്. പാർട്ടി തന്നെ പിൻവലിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിൻവലിച്ചു. എന്താണ് അതിന്റെ ഒരു പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്തെന്ന് എനിക്കത് വ്യക്തമായിട്ടില്ല. എന്നാലും പാർട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോ UDFുമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. അല്ല, അത് അങ്ങനെ ഇല്ല. അവിടെ SDPIക്ക് പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നേതൃത്വം അത് മനസ്സിലാക്കാത്തത്? പ്രാദേശികമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നു, നമുക്ക് മനസ്സിലാവുന്നു, പ്രാദേശികമായിട്ട് മനസ്സിലാവുന്നു. അത് ചില ജില്ലാ ഘടകം എല്ലാവരും അല്ല, ചില ജില്ലാ ഘടകവും അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു UDF ആയിട്ട് ചർച്ച ചെയ്തു എന്നാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞത് പാർട്ടി ഭാരവാഹിത്വമൊക്കെ രാജിവെച്ചു. ജില്ലാ പ്രസിഡന്റിന്റെ അടുത്ത് പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചിട്ടാണ് അവിടുന്ന് വരുന്നത്. ഞാൻ പ്രാഥമിക അംഗത്വത്തിന്റെ കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. അതായത് ഞാൻ ഒന്ന് കൂടി ആലോചിക്കാനുണ്ട്. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അവരൊക്കെ നിരാശയാണ്. അവരോടൊക്കെ ഒന്ന് കൂടി ആലോചിച്ചിട്ട്. വ്യക്തിപരമായി സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിക്കുന്ന പ്രവർത്തകർ അല്ലാതെ കുറെ ആൾക്കാരുണ്ടായിരുന്നു നമ്മളോട് സപ്പോർട്ട് ചെയ്ത. അതിൽ ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നമ്മളെ കുറെ ഈ കാര്യത്തിൽ പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ഒരു വിശ്വാസം അവനക്ക് ഇതാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ട്. തീർച്ചയായും ഉണ്ടാവും. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, എന്നാൽ KM അഷ്റഫിന് ആശ്വാസമാണ് ഈ KM അഷ്റഫിന്റെ സ്ഥാനാർത്ഥി പിന്മാറ്റം. എന്തായാലും പ്രചരണ രംഗത്തുണ്ടാകുമോ എന്നുള്ള അവസാന ചോദ്യം കേട്ട അതിന്റെ ഉത്തരം കേട്ടില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആർക്ക് വേണ്ടി? എൽദോ, ഏറെ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ KM അഷ്റഫ്, ഞാനിപ്പോൾ നിൽക്കുന്ന കലക്ടറേറ്റിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുന്നു. അദ്ദേഹം പിൻവലിച്ച് ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. ഈ കാര്യത്തിൽ ഉറച്ച നിലപാട്, അതായത് ആദ്യം പറഞ്ഞെടുത്ത് തന്നെയാണ് അഷ്റഫ് ഇപ്പോഴും ഉള്ളത്. മുസ്ലിം ലീഗിലെ KM അഷ്റഫിന് എതിരായി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതിലെല്ലാം ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഈ SDPI സംസ്ഥാന നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പിൻവലിക്കേണ്ടി വന്നത്. പക്ഷേ താൻ പാർട്ടിയിൽ നിന്ന് എല്ലാ ഭാരവാഹിത്വവും എല്ലാ സ്ഥാനങ്ങളും നിന്നും മാറുന്നു എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്തു പോകാൻ ആലോചിക്കുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായും ഉണ്ടാവുമെന്നാണ്. പക്ഷേ അതൊരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആർക്ക് വേണ്ടി ഉണ്ടാകുമെന്നതിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. എന്തായാലും അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് കൃത്യമായി മനസ്സോടെയല്ല. കാരണം അത്രത്തോളം ഉറച്ച നിലപാടിലായിരുന്നു.
അല്പസമയം മുമ്പ് വരെ, അതായത് പിന്നീട് ഏറ്റവും ഒടുവിലാണ് ഈ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രത്യേകിച്ച് SDPI സ്ഥാനാർത്ഥി എന്നതിനപ്പുറം KM അഷ്റഫ് എന്ന പേരും കൂടി ഉണ്ട്. അതായത് KM അഷ്റഫിന്റെ പേരിന് സാദൃശ്യമുള്ള ഒരു പേരായതുകൊണ്ട് തന്നെ വലിയ തോതിൽ UDF ക്യാമ്പ് ആശങ്കയിലായിരുന്നു, മുസ്ലിം ലീഗ് ആശങ്കയിലായിരുന്നു. നമുക്കറിയാം 89ഉം 745 ഒക്കെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് 8000ഉം 9000ഉം വോട്ടുകളുള്ള SDPI മത്സരിച്ചാൽ എന്താകുമെന്ന് കൃത്യമായും അറിയാം. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം ഇതിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇടപെടൽ നടത്തി. ഏറ്റവും ഒടുവിൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കാസർഗോഡ് എത്തി, ലത്തീഫ് എത്തി. ഇവിടെ നിന്നും ചർച്ച ചെയ്യുകയും മഞ്ചേശ്വരത്ത് ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അല്പസമയം മുമ്പാണ് ഈ കലക്ടറേറ്റിലെത്തി ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. KM അഷ്റഫ് എന്ന SDPI സ്ഥാനാർത്ഥി മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുന്നു, ഇവിടെ നിന്നും മടങ്ങിപ്പോയിരിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തെ പൂർണ്ണ മനസ്സോടെയല്ല, അത് സമ്മർദ്ദം, സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം SDPIയിൽ നിന്നും എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു എന്നൊരു അറിയിപ്പ് കൂടി പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇനി ആർക്ക് വേണ്ടി അഷ്റഫ് പ്രവർത്തിക്കും? കാരണം നേരത്തെ തന്നെ നിരവധി സമരങ്ങളും ഇത്തരത്തിൽ അതിർത്തി അടച്ചപ്പോൾ വലിയ തോതിൽ സമരത്തിലൊക്കെ മുന്നിലുണ്ടായിരുന്ന ആളാണ് അഷ്റഫ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായ വലിയ തോതിൽ ഒരു ജനസമ്മതി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഭാവി പരിപാടികൾ ആലോചിക്കുമെന്നാണ് പറയുന്നത്. അത് ഇനി ആർക്ക് വേണ്ടി ഈ പ്രചരണ രംഗത്ത് ഉണ്ടാകുമെന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും നാടകീയതയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്തെ യോഗം അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അഷ്റഫ് ഇവിടെ എത്തി ഇത് പിൻവലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അഷ്റഫ് ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും മറുപടി പറയുന്നതിൽ അഷ്റഫിന് ഇതിൽ ഒരു അഭിപ്രായമില്ല. അദ്ദേഹത്തിന് മത്സരിക്കുന്നതായിരുന്നു താല്പര്യം. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നല്ല സമ്മർദ്ദം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വേണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ. അഷ്റഫ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് എന്നാണ് KV ബൈജു വിവരങ്ങൾ നൽകുന്നത് കാസർഗോഡ് നിന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിലെ BJP സീല് തെറ്റായ നടപടിയെന്ന് മുഖ്യമന്ത്രി. ഇത് കൈപ്പിഴയായി കരുതാൻ പറ്റുമോ? ഇതിൽ വിമർശനം സ്വാഭാവികമാണെന്നും മുഖ്യമന്ത്രി. തീർച്ചയായും അത് അങ്ങേയറ്റം സ്വീകരിക്കാൻ പാടില്ലാത്തൊരു നടപടിയാണ്. കാരണം ഇവിടെ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ അറിയിക്കും. ആ വിവരങ്ങൾ അറിയിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീല് അതിനകത്തുണ്ടാവുക എന്നത് അവിശ്വസനീയമായ കാര്യമല്ല. എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഏതെങ്കിലും ഒരാൾക്ക് പറ്റുന്ന ഒരു കൈപ്പിഴയായിട്ട് കണക്കാക്കാൻ പറ്റും? അങ്ങനെ വരുമോ? ഒരുപാട് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ നോക്കേണ്ടതല്ലേ. അപ്പോൾ വളരെ തെറ്റായ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പോലീസ്. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടയാളെ തിരിച്ചറിഞ്ഞു. പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷനാണ് പ്രതി. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അപകീർത്തിപ്പെടുത്തുമെന്ന ഭീഷണിപ്പെടുത്തി 15 കോടി രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവാണ് ഈ തരത്തിലുള്ള ഒരു പോസ്റ്റിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ കാപ്പ കേസിലെ പ്രതിയാണ്. മുഹമ്മദ് റോഷൻ എന്നാണ് ഇയാളുടെ പേര്. പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതി കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പോലീസിൽ നൽകിയത്. അതിൽ പറയുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഇത്തരത്തിൽ ഈ ഒരു പ്രതി സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതെന്ന് കരുതുന്ന ഒരു വ്യാജ ചിത്രം അപകീർത്തിപ്പെടുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കും, അതല്ലെങ്കിൽ 15 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ പണം നൽകാനോ മറ്റ് ഒത്തുതീർപ്പിനോ ഇവർ തയ്യാറായിരുന്നില്ല. അതേ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോട് തൊട്ടടുത്ത് വെച്ച് ഇത്തരത്തിൽ നേരത്തെ ഭീഷണിപ്പെടുത്തി ആ തരത്തിലുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ച് പ്രതി പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് FIRൽ പറയുന്നത്. ഇത് പ്രകാരം ആണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ പരാതി പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പറയപ്പെട്ട പ്രതി
നേരത്തെയും പല കേസുകളിലും പ്രതിയായ വ്യക്തിയാണെന്നും കാപ്പ കേസ് പ്രതിയാണെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ മങ്കട സ്റ്റേഷൻ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പെരിന്തൽമണ്ണ പോലീസാണ് മൊയ്നലി ശിഹാബ് തങ്ങളുടെ പരാതിയിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ കേസ് അന്വേഷിക്കുന്നത്. അതേസമയം സൈബർ പോലീസിന്റെ അന്വേഷണവും ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്. സമൂഹ മാധ്യമമായ എക്സിനെതിരെ സൈബർ പോലീസ് കേസെടുത്തു. ഇലക്ഷൻ കമ്മീഷനെ ആക്ഷേപിക്കുന്ന AI വീഡിയോ നീക്കം ചെയ്യാത്തതിനാണ് കേസ്. വീഡിയോ നീക്കം ചെയ്യാൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ വീഡിയോ നീക്കം ചെയ്യാൻ എക്സ് വിസമ്മതിച്ചു. കമ്മീഷൻ വിളിച്ച യോഗത്തിലും എക്സ് നിലപാട് വ്യക്തമാക്കി. ഇലക്ഷൻ കമ്മീഷനെതിരെ 320 ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാമിലെ 59 പോസ്റ്റുകളും നീക്കം ചെയ്തു. എക്സ് 270 പേർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേട് കേസ് അവസാനിപ്പിച്ച് ഹൈക്കോടതി. കേസെടുക്കാൻ തെളിവില്ല എന്ന് വിജിലൻസ് അറിയിച്ചു. റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SIT ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചു. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയായിരുന്നു. UDF-ന് വലിയ ആശ്വാസമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. പ്രത്യേകിച്ചും 2017 ഇതുമായി ബന്ധപ്പെട്ട കേസ് ഈ അന്വേഷണം, അതായത് കൊടിമര പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. ഇതിൽ സ്വർണം തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും. അതായത് 412 ഗ്രാം സ്വർണമായിരുന്നു സംഭാവനയായി ലഭിച്ചത് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്. അത് വാജിവാഹനത്തിലും അഷ്ടദിക്പാലകരിലും നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. മാത്രമല്ല ഈ 412 ഗ്രാം സ്വർണം കൃത്യമായ അളവിൽ തന്നെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിൽ അതിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 9000 മേലെ ഗ്രാം സ്വർണമാണ്, തൂക്കം സ്വർണമായിരുന്നു ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇതിൽ 412 ഗ്രാം സ്വർണത്തിന്റെ കണക്ക് കൃത്യമായി ഉണ്ട് എന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ത്വരിതാന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥന് നേരിട്ടെത്തി സീൽ വെച്ച കവറിലാണ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ ഹൈക്കോടതി എത്തുകയും മാത്രമല്ല ഈ കേസ് ഹർജി തീർപ്പാക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഹൈക്കോടതി കടന്നത്. അതേസമയം തന്നെ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് വീണ്ടും പരിഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ SIT അന്വേഷണ ഉദ്യോഗസ്ഥൻ S. ശശിധരൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ജംഷഡ്പൂരിലെ ലാബിൽ നിന്നും സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ ഫലം ഇനി എത്താനുണ്ട്. അതിനുശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് നൽകാൻ കഴിയൂ എന്നുള്ള നിലപാടിലാണ് SIT. അതിന് കോടതി SIT അറിയിച്ചിട്ടുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ വിധി പകർപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിധി പകർപ്പ് പുറത്തു വന്ന ശേഷമേ നമുക്കത് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും SP S. ശശിധരൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ജംഷഡ്പൂരിലെ ലാബ് പരിശോധനയ്ക്ക് ശേഷം വീണ്ടും പ്രതികളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും ഈ മാസം 30 കൂടി തന്നെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നായിരുന്നു SIT കോടതി നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലാബ് റിപ്പോർട്ട് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും സമയം നീട്ടി ചോദിക്കേണ്ടുന്ന സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ SIT കോടതിയിൽ സമയം, അതായത് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാകൂ എന്നുള്ളതാണ് SIT നിലപാടതാണ്. അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ സംബന്ധിച്ച് ആ കേസ് ഇന്ന് രാവിലെ പരിഗണിച്ചിട്ടുണ്ട്. അതിനുശേഷം വിധി പകർപ്പ് വന്ന ശേഷം എന്താണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ള കാര്യം അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിലെ അഴിമതി ആരോപണങ്ങളിൽ യാതൊരു തെളിവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷന്റെ സാന്നിധ്യത്തിലാണ് കൊടിമര നിർമ്മാണം നടന്നത്. കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു നിർമ്മാണം. വിഷയം ഹൈക്കോടതി അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. ഒരു തെളിവില്ല. കാരണം എന്താ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. അഡ്വക്കേറ്റ് കമ്മീഷണർ അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയും ഹൈക്കോടതി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാര്യം വെറുതെ പറയുന്നില്ല, അതിലൊരു കാര്യമില്ല. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ UDF-ന് ആശ്വാസകരമാണെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതും വിജിലൻസ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ CPM നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആരോപണമെന്നും അജയ് തറയിൽ.
US-ന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 ഉപാധികൾ മുന്നോട്ട് വെച്ചു. പിന്നാലെ പശ്ചിമേഷ്യയിൽ ആക്രമണവും ഘടിപ്പിച്ചിട്ടുണ്ട്. അബുദാബിയിൽ മിസൈൽ വർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമണം നടത്തി. 6 പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. ടെലവൈവിലും ജെറുസലേമിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതേസമയം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫിനെയും ഇസ്രായേൽ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് തങ്ങളുടെ അപേക്ഷയെ മാനിച്ചാണ് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. അജയ് സുതാപിച്ച് വിവരമായി ചേരുന്നുണ്ട്. അജയ്, ഈ ഉപാധികൾ വെച്ചിരിക്കുകയായിരുന്നല്ലോ, അതിനിടയിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരമൊക്കെ വരുന്നു. ഈ പാകിസ്ഥാന്റെ ഇടപെടൽ ഏത് തരത്തിലായിരുന്നു? എന്താണ് അവകാശവാദങ്ങൾ? എൽദോ, നിലവിൽ പശ്ചിമേഷ്യയിൽ ആക്രമണങ്ങൾ അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. അമേരിക്ക മുന്നോട്ട് വച്ച 15 നിർദ്ദേശങ്ങൾ അത് ഇറാൻ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഇറാൻ്റേതായിട്ട് യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള 5 ഉപാധികൾ അവർ മുന്നോട്ട് വച്ചിരുന്നു. അതിന് പിന്നാലെ പശ്ചിമേഷ്യയിലൊട്ടാകെ അവർ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണം നടന്നത് UAE-ക്ക് നേരെയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മിസൈൽ വർഷം അവർക്കെതിരെ ഉണ്ടായിരുന്നു. ഇന്ന് ആ മിസൈൽ അവശിഷ്ടങ്ങൾ ാണ് നിലവിൽ 2 പേർ കൊല്ലപ്പെട്ടത്. 3 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഈ മേഖലയിൽ ഒട്ടാകെ ഇപ്പോൾ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ UAE-യിൽ മാത്രം മരണസംഖ്യ 11 എന്നാണ് വിവരമുള്ളത്. മറ്റ് രാജ്യങ്ങളിലേക്കും സൗദി അറേബ്യയിലേക്കടക്കം മിസൈൽ ആക്രമണം നിലവിൽ രൂക്ഷമാണ്. അതുപോലെ മധ്യ ഇസ്രായേലിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. മധ്യ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. ടെല്ലവീവ്, അതുപോലെ ജെറുസലേം തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇപ്പോഴും സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരമുള്ളത്. അതേസമയം ഇപ്പോൾ ഈ ഇറാന്റെ നിലവിലുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് US-ന്റെ ഈ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായിട്ടും തള്ളുന്നതാണ്. അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗ്ചി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല. അമേരിക്ക ചില സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി ചില നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയായിരുന്നു, അല്ലാതെ യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല. ഈയൊരു നിർദ്ദേശങ്ങൾക്ക് ഇറാൻ തങ്ങളുടേതായിട്ടുള്ള ചില ഉപാധികളും അതുപോലെ തന്നെ മറ്റ് ചില നിർദ്ദേശങ്ങളും ഇറാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. നിലവിൽ നേരിട്ടുള്ള ചർച്ചകളും അല്ലാതെ ടെലിഫോൺ വഴിയുള്ള ഡിസ്കഷൻസ് ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നും അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കുന്നു. അതുപോലെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 5 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് ഹോർമുസ് കടലിടുക്കിന്റെ ഇറാനുള്ള പരമാധികാരം അംഗീകരിക്കുക എന്നതാണ്. ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് മറ്റൊന്ന്. അതുപോലെ ഇതുവരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ എല്ലാവിധ നഷ്ടപരിഹാരങ്ങളും ഇറാന് നൽകണം. അതുപോലെ ഇനി ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പ്, ഇനി അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ഒരു സംവിധാനം രൂപീകരിക്കണം തുടങ്ങിയ ഈ മേൽപ്പറഞ്ഞ ഈ 5 ഉപാധികളാണ് ഇറാൻ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും ഇറാനുമായി ചർച്ചകൾ തുടരുന്നു എന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. ട്രംപ് പറയുന്നത് ഇറാനിയൻ നേതാക്കൾ ഭയം കാരണമാണ് ഇത് പരസ്യമായി സമ്മതിക്കാത്തത്. ഇത്തരത്തിൽ അത് സമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജനങ്ങളിൽ നിന്ന് ജനരോക്ഷത്താൽ ചിലപ്പോൾ കൊല്ലപ്പെടേണ്ടി വന്നേക്കാം എന്നതാണ് ട്രംപിന്റെ ഒരു അവകാശവാദം. അതേസമയം പാകിസ്ഥാൻ ഇപ്പോഴൊരു പുതിയ അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ നിലവിൽ പറയുന്നത് ഈ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗ്ചിയും അതുപോലെ അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫും. ഇവരെ 2 പേരെയും അവർ കൊലപ്പെടുത്താനിരുന്നതായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ അമേരിക്കയോട് ഇവരെ കൊലപ്പെടുത്തരുത്, ഇവരെ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഈയൊരു ആവശ്യം അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചതാണ്. അങ്ങനെയാണ് അവർ ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളെയും ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് നിലവിൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു അവകാശവാദത്തെ ഇറാൻ നിർദാക്ഷിണ്യം തള്ളിയിരുന്നു. അതായത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഈ ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നതായിട്ടും പാകിസ്ഥാൻ ഇതിൽ മധ്യസ്ഥത വഹിക്കുമെന്നെല്ലാം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമുണ്ടായിരുന്നു. എന്നാൽ ഇറാൻ നിലവിൽ ഇത്തരം ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ഇറാൻ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നാൽ അമേരിക്ക ഇക്കാര്യം സ്വീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ മധ്യസ്ഥ ശ്രമം നടത്തുന്നതായിട്ട് അമേരിക്ക
അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. എന്തായാലും ഇപ്പോൾ പുതിയൊരു കാര്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ തള്ളുമോ അല്ലെങ്കിൽ ഇത് അവർ അംഗീകരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. റൈറ്റ്, അജയ് സുധാബിജുവാണ് നൽകിയത്. ന്യൂസ് ഡെസ്ക്. ഫ്രാൻസിൽ വെച്ച് നടക്കുന്ന G7 യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. ഇന്ന് നാളെയുമായിട്ടാണ് യോഗം. ഫ്രാൻസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ക്ഷണം മാനിച്ചാണ് ഇന്ത്യ പങ്കെടുക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ചർച്ചയായേക്കും എന്നാണ് വിവരം. നിലവിൽ നേരിടുന്ന ആഗോള പ്രതിസന്ധികളും കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷയും പ്രധാന വിഷയമാകും. ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, US എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. പ്രശസ്ത നടനും സംവിധായകനുമായിട്ടുള്ള E.A. രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. പുലർച്ചെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിലായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ നടക്കും. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലെടുത്ത് ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ രാജേന്ദ്രൻ അഭിനയിച്ചു. നാടകം, സിനിമ എന്നിവയോടൊപ്പം സീരിയലുകളിലും സജീവമായിരുന്നു. നടനും MLAയുമായിട്ടുള്ള M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ് രാജേന്ദ്രൻ. കൊച്ചി എടയാറിൽ വ്യവസായ സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായി. ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. ബീഹാർ സ്വദേശി ശത്രുമുഖ്യയാണ് മരിച്ചത്. പാതാളം PG ലുബ്രിക്കൻസിലാണ് ഈ തീപിടുത്തം. പൊട്ടിത്തെറിക്ക് പിന്നാലെയാണ് തീപിടുത്തമുണ്ടായത്. 39 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പാചകവാതക ക്ഷാമത്തിൽ വലഞ്ഞ മത്സ്യത്തൊഴിലാളികളും ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത്. ഒരാഴ്ച കടലിൽ പോകുന്നവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിനായി പാചകവാതകം ലഭിക്കുന്നില്ല. കൊച്ചിയിലെ ബോട്ടുകൾ ഏറെയും 3 ദിവസമായി കടലിൽ ഇറക്കിയിട്ടുമില്ല. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. യുദ്ധം കാരണമുണ്ടായ ഈ പാചകവാതക പ്രതിസന്ധി അത് നമ്മുടെ ഹോട്ടലുകളെ മാത്രമല്ല മത്സ്യബന്ധന മേഖലയിലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉൾക്കടലിൽ പോകുന്ന 2-3 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസത്തേക്ക് പോയി മീൻ പിടിച്ചു വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് ആഹാരം പാകം ചെയ്യാൻ ഗ്യാസ് അത്യാവശ്യമാണ്. അതില്ലാത്തൊരവസ്ഥയിലേക്ക് ഉൾക്കടലിലേക്ക് പോകാതെയും ജോലിക്ക് പോകാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികളും. അവരും വലിയ ഇരുട്ടടി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3-4 ദിവസത്തേക്കാണ് ഗ്യാസൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഉൾക്കടലിൽ പോകുന്ന ഭക്ഷണം പാകം ചെയ്യാനൊക്കെ. ഈ പ്രതിസന്ധി, ഗ്യാസിന്റെ പ്രതിസന്ധി നിങ്ങളെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടല്ലേ? നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ സാധാരണ 1 കുത്തി 2 കുത്തിയാണ് കൊണ്ടുപോകുക. ഒരാഴ്ചക്ക് 2 ആഴ്ചക്കാണ് 1 കുത്തി യൂസ് ചെയ്യും பயன்படுത്തുന്നത്. ഇപ്പോൾ കുത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം 3 ദിവസം പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പം അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്താ ഐസിഡീസിലൊക്കെ കുറേ എടുത്തിട്ട് പോയിട്ട് ഇങ്ങനെ 2 ദിവസത്തിൽ 3 ദിവസത്തിൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എത്ര കുറ്റികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? കുത്തിയെ കിട്ടുന്നില്ല. കുത്തി കിട്ടാതെ ഞങ്ങൾ മറ്റേ സാധാരണ അടുപ്പുണ്ടല്ലോ സ്റ്റവ്, അത് അന്വേഷിച്ച് നടന്നാലും അതും കിട്ടുന്നില്ല. ഇപ്പം ഞങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഗ്യാസ് ഇല്ലാതെ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല, മത്സ്യബന്ധനം പറ്റുന്നില്ല. പോകാൻ പറ്റാതെ കൊണ്ടാണ് ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈസ്റ്റർ അടുത്തുവരെ ഞങ്ങൾ പണിയെടുക്കുന്ന ബോട്ടുകളാണ്. ഇപ്പോൾ ഗ്യാസ് ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കെട്ടിയിട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കല്ലേ നിങ്ങളുടെ കുടുംബവും പോകുന്നത്? അത് ശരിയാണ്. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണല്ലേ സാമ്പത്തികമായും നിങ്ങൾക്ക്? വലിയ ബുദ്ധിമുട്ടാണ്. പണിക്ക് പോകാൻ പറ്റില്ല. പണി ഇപ്പോൾ കേസില്ലാതെ കൊണ്ടാണ് പ്രശ്നം. കേസ് ഉണ്ടെങ്കിൽ പണിക്ക് പോകും. പണിയിൽ കേസില്ലാതെ കൊണ്ട് പണിക്ക് പോകാൻ കൊണ്ട് ബോട്ട് എല്ലാ ബോട്ടും കെട്ടിൽ കിടക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ മർക്കാപുരത്ത് വാഹനാപകടത്തിൽ 10 പേർ മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. ഹൈദരാബാദിൽ നിന്ന് കാനിഭാഗത്തേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകട സമയം ബസ്സിൽ 40 യാത്രക്കാരുണ്ടായിരുന്നു. മൂടൽമഞ്ഞും ഡ്രൈവർ ഉറങ്ങിപ്പോയതുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബ്രിട്ടനിൽ 106ാമത്തെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പായി സാറ മുലാലി
സ്ഥാനാരോഹണം ചെയ്തു. 1400 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ സ്ഥാനത്തേക്ക് ഒരു വനിത തെരഞ്ഞെടുക്കപ്പെടുന്നത്. കാന്റർബറി കത്തീഡ്രലിൽ വെച്ചാണ് ആംഗ്ലിക്കൻ സഭയുടെ ആത്മീയ നേതാവായിട്ടുള്ള സാറയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. ആഗോളതലത്തിൽ 8.5 കോടി വിശ്വാസികൾ പിന്തുടരുന്ന സഭയാണ്. മുൻ നഴ്സായ സാറ 2018 മുതൽ ലണ്ടൻ ബിഷപ്പിന്റെ പദവി വഹിക്കുകയായിരുന്നു. വനിതാ ബിഷപ്പുമാരെ എതിർക്കുന്ന കൺസർവേറ്റീവ് ആംഗ്ലിക്കൻ ഗ്രൂപ്പുകളുടെ എതിർപ്പ് മറികടന്ന ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് സാറയെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. മുൻ ബിഷപ്പ് ജസ്റ്റിൻ വെൽബി സ്ഥാനം രാജിവെച്ച പശ്ചാത്തലത്തിലാണ് ഇത്. സ്വർണ്ണ-വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,465, പവന് 1,77,720. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,125, പവന് 89,000 രൂപയും. വെള്ളി ഗ്രാമിന് 250. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സ്പോട്ട്ലൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.